ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൻ്റെ എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് nth ടേം ഓഫ് എ ഫിബൊനാച്ചി സീരീസ്. സോ എന്താണ് ഫിബൊനാച്ചി സീരീസ്? അതൊരു സീരീസ് ഓഫ് നമ്പേഴ്സാണ്. സോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സ്റ്റാർട്ടിങ് നമ്പർ 0 ആണ്, നെക്സ്റ്റ് നമ്പർ 1 ആണ്, ദെൻ ഈ രണ്ട് ടേംസിൻ്റെ സമ്മേഷനാണ് നെക്സ്റ്റ് നമ്പർ, പ്രീവിയസ് 2 ടേംസിൻ്റെ സമ്മേഷനാണ് നെക്സ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? പ്രീവിയസ് ടു ടേംസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്, അതിൻ്റെ സമ്മേഷൻ എടുത്താൽ 3 ആണ് കിട്ടുക. സോ ഇനി നെക്സ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? 3 + 2 5, നെക്സ്റ്റ് ടേം 5 + 3 8, നെക്സ്റ്റ് ടേം 8 + 5 13. സോ ഇതാണ് ഫിബൊനാച്ചി സീരീസ്. സോ ഇതിനകത്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ച് നമ്മൾ സോൾവ് ചെയ്യണത് ഫിബൊനാച്ചി സീരീസിൽ nth ടേം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് 0th ടേം, ദിസ് ഈസ് ഫസ്റ്റ് ടേം, ദിസ് ഈസ് സെക്കൻഡ് ടേം, then third term, then fourth, then fifth term, sixth term, അങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്കറിയാം ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫിബൊനാച്ചിയുടെ വാല്യൂ ഫിബ് ഓഫ് n ഈക്വൽ ടു, ഇതൊരു റിക്കേഴ്സീവായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റിക്കേഴ്സീവ് ഫോർമുലയായിട്ട് ഫിബ് ഓഫ് n ഇസ് ഈക്വൽ ടു 0 ഇഫ് n ഈക്വൽ ടു 0. എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് 0 ആണ്. ഇഫ് n ഈക്വൽ ടു 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ ഫിബ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഫിബ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഫോർ n ഗ്രേറ്റർ ദാൻ 1. സോ ഈ ഒരു n ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താണ് നമ്മുടെ കാൽക്കുലേഷൻ? എന്താണ്? സം ഓഫ് പ്രീവിയസ് 2 ടേംസ് ആണ്. അപ്പോൾ ഫിബ് ഓഫ് n ആണെങ്കിൽ ഫിബ് ഓഫ് n എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പ്രീവിയസ് 2 ടേംസ് n-1th ടേമും n-2nd ടേമിൻ്റെ സമ്മേഷനാണ്. സോ അത് നമ്മൾ റിക്കേഴ്സീവ് ഫോർമുല യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റിക്കേഴ്സീവ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട്, റിക്കേഴ്സീവ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിബൊനാച്ചി കമ്പ്യൂട്ടേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഈ ഒരു അൽഗോരിതം കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റിക്കേഴ്സീവ് അപ്രോച്ചാണ്. ഓക്കെ, സോ റിക്കേഴ്സീവ് അൽഗോരിതം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു, ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ വി വിൽ റിട്ടേൺ n, എൽസ് വി വിൽ റിട്ടേൺ എന്താണ്? ഫിബ് ഓഫ് n-1 പ്ലസ് ഫിബ് ഓഫ് n-2. ഓക്കെ, സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അൽഗോരിതമായിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇതൊരു റിക്കേർഷനാണ്. സെയിം ഫംഗ്ഷനെ തന്നെ നമ്മൾ വീണ്ടും റിക്കേഴ്സീവ്ലി കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു റിക്കേഴ്സീവ് അപ്രോച്ചിലുള്ള സോൾവിങ് മെത്തേഡാണ്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ആ ഫിബൊനാച്ചി ഫംഗ്ഷനെ ഫിബ് ഓഫ് 5 എന്ന് വെച്ച് നമ്മൾ കോൾ ചെയ്യാമെന്ന് വയ്ക്കാം. നമുക്ക് ഫിബ് ഓഫ് 5 5th ടേം ആണ് നമുക്ക് ആവശ്യം. സോ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫംഗ്ഷൻസാണ് നമ്മൾ വീണ്ടും കോൾ ചെയ്യേണ്ടി വരാം? ഫിബ് ഓഫ് 5 കോൾ ചെയ്യുകയാണെങ്കിൽ ഫിബ് ഓഫ് n-1 എന്ന് പറയുമ്പോൾ 4, ഫിബ് ഓഫ് n-2 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ വരാണെങ്കിലോ അതിന് നമ്മൾ റിക്കേഴ്സീവ്ലി വിളിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഫിബ് ഓഫ് 3 കോൾ ചെയ്യുന്നുണ്ടാവും, ഫിബ് ഓഫ് 2 കോൾ ചെയ്യുന്നുണ്ടാവും. ഫിബ് ഓഫ് 3 ആണെങ്കിലോ ഫിബ് ഓഫ് 2 കോൾ ചെയ്യുന്നുണ്ടാവും, ഫിബ് ഓഫ് 3-2 1 കോൾ ചെയ്യുന്നുണ്ടാവും. ഫിബ് ഓഫ് 3 ആണെങ്കിൽ ഫിബ് ഓഫ് 2, ഫിബ് ഓഫ് 1. ഓക്കെ, ഫിബ് ഓഫ് 2 ആണെങ്കിൽ ഫിബ് ഓഫ് 1ഉം ഫിബ് ഓഫ് 0 വരുന്നുണ്ടാവും. ഫിബ് ഓഫ് 2 ആണെങ്കിൽ ഫിബ് ഓഫ് 1, ഫിബ് ഓഫ് 0. അപ്പോൾ എല്ലാം ബേസ് കേസ് ആയിട്ടുണ്ട്. ഇവിടെ കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. ഫിബ് ഓഫ് 1, ഫിബ് ഓഫ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിബ് ഓഫ് 5 എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ഫംഗ്ഷൻ കോൾസ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഈ ഒരു റിക്കേർഷൻ അപ്രോച്ച് നമ്മൾ റിക്കേർഷനായിട്ട് സോൾവ് ചെയ്യുമ്പോൾ, ഈ ഒരു അൽഗോരിതം നമ്മൾ സോൾവ് ചെയ്യാൻ എടുക്കുമ്പോൾ ഫിബ് ഓഫ് 5 എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 15 ഫംഗ്ഷൻ കോൾസ് ആണ് അവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ സെയിം റിക്കേർഷൻ ട്രീ ആണ്. ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്. റിക്കേഴ്സീവ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ ഒരു nth ടേം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്. മെയിൻ കാരണം എന്താണ്? ഇറ്റ് ലീഡിങ് ടു ആൻ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ കമ്പ്യൂട്ടേഷൻ. അതായത് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ആസ് ദ ഇൻപുട്ട് സൈസ് ഗ്രോസ് അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. സോ ടൈം കോംപ്ലക്സിറ്റി ഈ ഒരു ഇതിൽ ഇപ്പോൾ നമുക്ക് ഫിബ് ഓഫ് 5 കമ്പ്യൂട്ട് ചെയ്യാൻ 15 കോൾസ് വേണ്ടി വന്നു. ഒരു ലാർജ് നമ്പർ ആണെങ്കിൽ അതിന് ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് വേണ്ടി വരും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ വാല്യൂസ് നമ്മൾ ഫിബ് ഓഫ്, ഇപ്പോൾ ഈ ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ
നമുക്ക് ഫിബ് ഓഫ് 2 ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫിബ് ഓഫ് 2 ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫിബ് ഓഫ് 2 ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് വീണ്ടും വീണ്ടും റീകമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഓക്കെ, റിപ്പീറ്റേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് റിസൾട്ട് ഇൻ സ്ലോ പെർഫോമൻസ് ആൻഡ് ഹൈ മെമ്മറി യൂസേജ്. സോ ഇതിനകത്ത് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കുറേ മെമ്മറി, നമുക്ക് സ്റ്റാക്ക് മെമ്മറി വേണ്ടി വരും. സോ ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ്. ഓക്കെ, സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? വി അവോയ്ഡ് ദീസ് പ്രോബ്ലംസ് ബൈ സ്റ്റോറിങ് ആൻഡ് റീയൂസിങ് ദ പ്രീവിയസ്ലി കമ്പ്യൂട്ടഡ് റിസൾട്ട്. സോ നമ്മൾ ഓൾറെഡി ആ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, സബ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട്, ദെൻ വി വിൽ റീയൂസ് ദ റിസൾട്ട്. സോ നമുക്ക് എന്താണ് ഇതുപോലെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി അവിടെ വരുത്താണ്ട് നോക്കാം. ഓക്കെ, സോ ഇറ്റ് മേക്സ് ദ മച്ച് ഫാസ്റ്റർ ആൻഡ് മോർ പ്രാക്ടിക്കൽ. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ചിട്ട് സെയിം പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ റിഡൻഡൻറ്റ് കമ്പ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും സെയിം കാൽക്കുലേഷൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ദെൻ വി വിൽ സ്റ്റോർ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, വി വിൽ സ്റ്റോർ ദ റിസൾട്ട് ആൻഡ് റീയൂസ്. ഓക്കെ, this can be implemented using either memoization or tabulation method. സോ ഡൈനാമിക് അപ്രോച്ചിൽ നമ്മൾ മെമ്മോയിസേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ടാബുലേഷൻ മെത്തേഡ്, ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ എന്താണ് മെമ്മോയിസേഷൻ അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച്? Memoization involves solving the problems recursively and storing the result of sub-problems in a table. So ഇതിനകത്ത് ഇവിടെയും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണത് റിക്കേഴ്സീവ് ആയിട്ടാണ്, നമ്മൾ റിക്കേഴ്സീവ് അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യണത്. ബട്ട് സ്റ്റോർ ദ റിസൾട്ട് ഓഫ് എ സബ് പ്രോബ്ലംസ് ഇൻ എ ടേബിൾ, യൂഷ്വലി എ ഡിക്ഷണറി ഓർ അറേ. അപ്പോൾ ഡിക്ഷണറിയോ അല്ലെങ്കിൽ അറയിലായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സബ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി റിസൾട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. സോ നമുക്ക് വീണ്ടും വീണ്ടും കമ്പ്യൂട്ട് ചെയ്യണത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈച്ച് സബ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ഓൺലി വൺസ്. നമ്മൾ സബ് പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഫിബ് ഓഫ് 2 എന്ന് പറയുന്നത് ഒരു 3 ടൈംസ് അവിടെ കമ്പ്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് 1 ടൈം ഫിബ് ഓഫ് 2 കമ്പ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സിക്വൻറ്റ് കോൾസ് ടു ദ സബ് പ്രോബ്ലംസ് ആർ സെർവ്ഡ് ഫ്രം ദി സ്റ്റോർഡ് റിസൾട്ട്. സോ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഫിബ് ഓഫ് 2 കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഫിബ് ഓഫ് 1 ആവശ്യമുണ്ട്, ഫിബ് ഓഫ് 0 ആവശ്യമുണ്ട്. ഓക്കെ, സോ അഗെയിൻ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഫിബ് ഓഫ് 1, ഈ ഒരു കോൾ ഇവിടെ ആവശ്യമില്ല. കാരണം എന്താ, ഫിബ് ഓഫ് 1 ഓൾറെഡി നമുക്കറിയാം റിസൾട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട, റീയൂസ് ചെയ്താൽ മതി റിസൾട്ട്. ഓക്കെ, 1 ആണ്. ഫിബ് ഓഫ് 0 ബേസ് കേസ് ആണ്. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0 റിട്ടേൺ ചെയ്യണ്ടാവും. അപ്പോൾ നമ്മൾ 0 അവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 + 0 എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 2 എത്രയായി, 1 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് 2 എന്നുള്ള ലൊക്കേഷനിൽ നമ്മൾ 1 സ്റ്റോർ ചെയ്തു. ഓക്കെ, ദെൻ ഫിബ് ഓഫ് 3, ഫിബ് ഓഫ് 3 എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡാറ്റ അവൈലബിൾ ആണ്? ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിയാം, ഫിബ് ഓഫ് 1ൻ്റെ വാല്യൂ അറിയാം. സോ 1 + 1 2. ഓക്കെ, അപ്പോൾ ഫിബ് ഓഫ് 3യുടെ അവിടെ 2 എന്നുള്ള റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി ഫിബ് ഓഫ് 4 കമ്പ്യൂട്ട് ചെയ്യാനോ? ഓൾറെഡി ഫിബ് ഓഫ് 3 നമുക്കറിയാം, ഫിബ് ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോള് ടോട്ടലി റീയൂസ് ചെയ്താൽ മതി. ഫിബ് ഓഫ് 2ൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ഇല്ലെങ്കിൽ അതിന് താഴെയുള്ള ഈ ഫംഗ്ഷൻ കോൾസും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഫിബ് ഓഫ് 2 1 ആണ്. സോ 2 + 1 ഇവിടുത്തെ വാല്യൂ 3 കിട്ടും, അത് നമ്മളവിടെ സ്റ്റോർ ചെയ്തു. ദെൻ ഫിബ് ഓഫ് 5 കമ്പ്യൂട്ട് ചെയ്യാൻ ഫിബ് ഓഫ് 4 നമുക്ക് അവൈലബിൾ ആണ്. ഫിബ് ഓഫ് 3 ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിബ് ഓഫ് 3 എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. 3 + 2 5 എന്ന് കിട്ടി, അത് അവിടെ സ്റ്റോർ ചെയ്തു. സോ ഈ വാല്യൂ റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ഇല്ലാത്തതുകൊണ്ട് അതിന് താഴെയുള്ള ഈ കോൾസും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഫൈനലി നമുക്ക് എത്ര കോൾ ഇവിടെ ചെയ്യേണ്ടി വന്നു? ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ കോൾ വന്നു, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ കോൾ, ഈ ഒരു ഫംഗ്ഷൻ കോൾ. സോ 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 6 കോൾസ് ആണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു അപ്രോച്ചിൽ റിക്കേഴ്സീവ് അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനകത്ത് 15 ഫംഗ്ഷൻ കോൾസ് ആണ് വേണ്ടി വന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ കോൾസ് 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ ടൈം കോംപ്ലക്സിറ്റി ഇവിടെ കുറവാണ്, ടൈം ഓഫ് കമ്പ്യൂട്ടേഷൻ ഇവിടെ കുറവ് വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് മെമ്മോയിസേഷൻ. സോ നെക്സ്റ്റ് അപ്രോച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ തന്നെയുള്ള ടേബുലേഷൻ അപ്രോച്ചാണ്. ഓക്കെ, ടേബുലേഷൻ അപ്രോച്ചാണ്. സോ ഇതൊരു ഈ അൽഗോരിതം ഐട്രേറ്റീവ് അപ്രോച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഐട്രേറ്റീവ് മീൻസ് ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള സോൾവിങ് മെത്തേഡാണ്. സോ ഇനീഷ്യലി നമ്മൾ ഇപ്പോൾ ഒരു അറേ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഫിബ് ഓഫ്
ഫിബ് ഓഫ് 5 ആണ് കമ്പ്യൂട്ട് ചെയ്യണത്. ഓക്കെ, 0 1 2 3 4 then 5. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഫിബ് ഓഫ് 0 0 ഫിബ് ഓഫ് മീൻസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേ ആയിട്ട് എടുക്കുക. 0th ലൊക്കേഷനിൽ 0 സ്റ്റോർ ചെയ്തു, എഫ് ഓഫ് 1 1 ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുക, ഫോർ i ഈക്വൽ ടു 2 to n നമ്മൾ എന്താ ചെയ്യുക, ഫോർ ലൂപ്പിനകത്ത് എഫ് ഓഫ് ഐ കമ്പ്യൂട്ട് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. സോ ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ എഫ് ഓഫ് 2 എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 മൈനസ് 1 2 മൈനസ് 2, അതായത് എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 0ൻ്റെയും സമേഷനാണ്. അതായത് പ്രീവിയസ് 2 ടേംസിൻ്റെ സമേഷനാണ്. പ്രീവിയസ് 2 ടേംസ് 0 ആൻഡ് 1 ആണ്. അപ്പോൾ അതിൻ്റെ സമേഷൻ എടുത്താൽ നമുക്ക് എന്താ കിട്ടാം, അതായത് എഫ് ഓഫ് 1ൽ 1 ഉണ്ട്, എഫ് ഓഫ് 0ൽ 0 ഉണ്ട്. സോ 1 ആണ് നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് 3 ആണ്. 3 എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാം, എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 1. ഓക്കെ, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1, എഫ് ഓഫ് 1 1, സോ റിസൾട്ട് 2. സോ കിട്ടുന്ന റിസൾട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. കാരണം ഐയുടെ വാല്യൂ 2 ആയിരുന്നു, പിന്നെ ഐയുടെ വാല്യൂ 3 ആയി. നെക്സ്റ്റ് ഇത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 4 ആവും. അപ്പോൾ എഫ് ഓഫ് 4 എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 3 പ്ലസ് എഫ് ഓഫ് 2. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 2 ആണ്, എഫ് ഓഫ് 2 1 ആണ്. സോ നമ്മുടെ റിസൾട്ട് 3 ആണ് ഇവിടെ കിട്ടുക, അത് അവിടെ സ്റ്റോർ ചെയ്തു. ദെൻ എഫ് ഓഫ് 5 എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 4 പ്ലസ് എഫ് ഓഫ് 3 ആണ്. സോ എഫ് ഓഫ് 4ൽ 3 ഉണ്ട്, എഫ് ഓഫ് 3ൽ 2 ഉണ്ട്. രണ്ട് ടേംസും സം ചെയ്താൽ നമുക്കിവിടെ 5 കിട്ടും. സോ ഫൈനലി വി വിൽ റിട്ടേൺ എഫ് ഓഫ് n, അതായത് കറസ്പോണ്ടിങ് ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഐട്രേറ്റീവ് അപ്രോച്ചാണ് ടേബിളേഷൻ മെത്തേഡ്. സോ ടേബിളേഷൻ അപ്രോച്ച് ഈസ് നോൺ ആസ് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ എങ്ങനെയാണ് ഫിൽ ചെയ്ത് വരുന്നത്. ടേബിളിൻ്റെ സ്റ്റാർട്ടിങ് ആദ്യം ഈ ഒരു സ്റ്റാർട്ടിങ് സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സോ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഓക്കെ, so it solve the problems iteratively and filling up a table in a bottom up manner-ലാണ് നമ്മളിവിടെ ഫിൽ ചെയ്തുകൊണ്ടത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബോട്ടം അപ്പ് അപ്രോച്ച്. This approach starts with the smallest sub-problem and uses their solution to construct the solutions to larger sub-problems. അപ്പോൾ ഈ ഒരു ടേബിളേഷൻ അപ്രോച്ച് ഏറ്റവും സ്മോളസ്റ്റ് സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് നമ്മൾ ലാർജർ സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന അപ്രോച്ചാണ്. സോ ഇതിനകത്ത് ആദ്യം ബേസ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബേസ് കേസ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 എഫ് ഓഫ് 1 ആണ്. ദെൻ ഡിഫൈൻ ദ ടേബിൾ ടു സ്റ്റോർ ദ സൊല്യൂഷൻസ് ടു സബ് പ്രോബ്ലംസ്. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു അറേ ഡിഫൈൻ ചെയ്യാം. ഫിൽ ദ ടേബിൾ ഐട്രേറ്റീവ്ലി. ഇവിടെ നമ്മൾ ഐട്രേറ്റീവ് അപ്രോച്ചാണ് യൂസിങ് ദ റിക്കേഴ്സീവ് റിലേഷൻ. സോ ഐട്രേറ്റീവ്ലി ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മളിവിടെ ഫിൽ ചെയ്തു. ആ ടേബിളിനകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, എക്സ്ട്രാക്ട് ദ സൊല്യൂഷൻ ടു ദ ഒറിജിനൽ പ്രോബ്ലം ഫ്രം ദ ടേബിൾ. സോ ഫൈനലി നമുക്ക് ആ ടേബിളിൽ നിന്ന് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദിസ് അപ്രോച്ച് റെഡ്യൂസസ് ദ ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. സോ ഇതിനകത്ത് നമുക്ക് റിക്കേർഷൻ ഇല്ലാത്തതുകൊണ്ട് സ്പേസ് ഒക്കെ കുറവേ വേണ്ടി വരുള്ളൂ. റിക്കേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് അതിൻ്റെ സ്പേസ് ഒക്കെ വേണ്ടി വരും. സോ മേക്ക് ഇറ്റ് മച്ച് മോർ എഫിഷ്യൻ്റ് ആണ് ദാൻ റിക്കേഴ്സീവ് അപ്രോച്ച്. അപ്പോൾ റിക്കേഴ്സീവ് അപ്രോച്ചിനേക്കാളും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഈ ഒരു അപ്രോച്ചാണ്. ടേബിളേഷൻ tends to be more memory efficient and can be faster than memoization due to its iterative nature. സോ നമുക്ക് ഫിബൊനാച്ചി സീരീസിൻ്റെ nth ടേം കമ്പ്യൂട്ടേഷൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ റിക്കേഴ്സീവായിട്ട് നമുക്ക് റിക്കേഴ്സീവ് അൽഗോരിതം വെച്ച് റിക്കേഴ്സീവായിട്ട് നമുക്ക് nth ടേം കമ്പ്യൂട്ട് ചെയ്യാം. ബട്ട് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഓക്കെ, ദെൻ നമ്മൾ റിക്കേഴ്സീവ് അൽഗോരിതം യൂസ് ചെയ്യാണ്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. ഓക്കെ, ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജിയിൽ 2 മെത്തേഡ് ഉണ്ട്. ഒരെണ്ണം എന്താണ്, മെമ്മോയിസേഷൻ. സെക്കൻഡ് മെത്തേഡ് ടേബിളേഷൻ. ഓക്കെ, മെമ്മോയിസേഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. സോ നമുക്ക് നമ്മൾ നേരത്തെ ഇതൊരു റിക്കേഴ്സീവ് അപ്രോച്ചാണ് അല്ലേ, നമ്മൾ റിക്കേഴ്സീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ബട്ട് ടൈം കോംപ്ലക്സിറ്റി എവിടെ എന്തായി, റെഡ്യൂസ്ഡ് ആയി. ഓക്കെ, മെമ്മോയിസേഷനിൽ. ദെൻ ടേബിളേഷൻ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. സോ ഇതിനകത്തും യൂസ് ചെയ്യണത് നമ്മൾ ഐട്രേറ്റീവ് അപ്രോച്ചാണ് ഇതിനകത്ത് യൂസ് ചെയ്യണത്. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ഒരു nth ടേം ഓഫ് ഫിബൊനാച്ചി സീരീസ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റിക്കേഴ്സീവ് അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജിയാണ് ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, താങ്ക് യു.